ഹലോ സ്റ്റുഡൻസ്. ഞാൻ വീണ്ടും വന്നേക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കഥകൾ അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം, അടിപൊളിയായിട്ട് വിജയിക്കണം അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്ത് ചെയ്യുക? എൻ്റെ കൂടെ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുക. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും ആ കഥ പൂർണ്ണമായിട്ടും പഠിച്ച് മനസ്സിലാക്കണം അല്ലേ? അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോണസ്റ്റി പേസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ് അല്ലേ? ഒരു കർഷകൻ്റെ കഥയാണ്. കർഷകൻ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയം ഒരു കൊട്ടാരത്തിൻ്റെ ചുമരിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. അവിടുന്ന് അത് എടുക്കാനായിട്ട് തിരിച്ചു പോകുന്നു. ആ സമയത്ത് നമ്മുടെ രാജാവ് അദ്ദേഹത്തെ പിടികൂടുകയാണ്. എന്നിട്ട് രാജാവിൻ്റെ മുമ്പിൽ അദ്ദേഹം കഥകളൊക്കെ പറയുന്ന സമയത്ത് രാജാവിന് ഒരു തമാശ തോന്നിയിട്ട് എന്താണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ സ്വർണ്ണ നാണയങ്ങൾ 1000 സ്വർണ്ണ നാണയം വരെ എന്താണ് നമ്മുടെ രാജാവ് ഓഫർ ചെയ്യാണ്, മീൻസ് കൊടുക്കാമെന്ന് പറയാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ കർഷകൻ റിഫ്യൂസ് ചെയ്യണില്ല. അപ്പോൾ ഇതുവരെയാണ് നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യമാണത് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? സോ നമ്മുടെ അടുത്ത ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എ ക്ലെവർ ഐഡിയ എന്നാട്ടോ. എ ക്ലെവർ ഐഡിയ. ഒരു ക്ലെവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിശാലിയായ ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ അല്ലേ? അതായത് ഭയങ്കര വ്യത്യസ്തമായ ബുദ്ധിശാലിയോട് കൂടിയൊരു ഐഡിയ എന്നാണ് എ ക്ലെവർ ഐഡിയ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം? കഥയിലോട്ട് പോവാം. ഫോർഗെറ്റ് യുവർ കോയിൻ, ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെയ്ഡ്. ഫോർഗെറ്റ് യുവർ കോയിൻ, ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ദ കിങ് സെയ്ഡ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ നാണയത്തെക്കുറിച്ച് നിങ്ങൾ മറന്നേക്കൂ. പകരം ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ രാജ്യത്തിൻ്റെ പകുതി തന്നെ നിങ്ങൾക്ക് തരാം. രാജാവ് പറയാണെന്ത്, നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണ നാണയം മറക്കൂ, പകരം ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. വിച്ച് ഹാഫ് ഡു യു വാണ്ട്? യു ക്യാൻ ഡിസൈഡ്, ദ കിങ് കണ്ടിന്യൂഡ്. നിങ്ങൾക്ക് ഏത് പകുതിയാണ് വേണ്ടത്? അതായത് എൻ്റെ രാജ്യത്തിൻ്റെ ഏത് പകുതി നിങ്ങൾക്ക് വേണം? നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്. നമ്മുടെ രാജാവ് വീണ്ടും പറയാണ്. ദ ഫാർമർ തോട്ട് ഫോർ എ വൈ. അപ്പോൾ അത് കേട്ടപ്പോൾ എന്താണ്, നമ്മുടെ കർഷകൻ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുകയാണ്. ആഹാ, കോളടിച്ചല്ലോ, രാജാവ് രാജ്യത്തിൻ്റെ പകുതി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ കർഷകൻ എന്താണ്, ഒന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കർഷകൻ പറയാണ്, യുവർ ഹൈനസ്, എൻ്റെ തിരുമനസ്സേ, എൻ്റെ രാജാവേ, ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ സ്വർണ്ണ നാണയം എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അത് ഉൾപ്പെടുന്ന പകുതി ഞാൻ എടുക്കാം. മീൻസ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയം ഇരിക്കുന്ന ആ ഒരു സ്ഥലം ഉൾക്കൊള്ളിട്ടുള്ള ആ ഒരു പകുതി എന്താ ചെയ്യാം, ഞാൻ എടുക്കാം. ദെൻ ഐ വിൽ ഗെറ്റ് മൈ കോയിൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ കോയിൻ തിരിച്ചു കിട്ടുമല്ലോ. കാരണം എൻ്റെ കോയിൻ ഇരിക്കുന്ന ആ ഒരു പകുതി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കോയിൻ തിരിച്ചു കിട്ടുമല്ലോ. ആൻഡ് ഗിവ് ബാക്ക് യുവർ കിങ്ഡം. അതെനിക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ എനിക്ക് തന്ന പകുതി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം. മീൻസ് നിങ്ങളുടെ രാജ്യം ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നേക്കാം. ഈ സൈഡ് അദ്ദേഹം, നമ്മുടെ കർഷകൻ പറയാണ്. അതായത് നമ്മുടെ രാജാവ് നമ്മുടെ കർഷകനോട് പറയുകയാണെന്ത്, നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണനാമയം മറക്കൂ, പകരം എന്ത് ചെയ്യാം? ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി തന്നെ നിങ്ങൾക്ക് തന്നേക്കാം എന്ന് നമ്മുടെ കർഷകനോട് നമ്മുടെ രാജാവ് പറയാണ്. പക്ഷെ അത് കേട്ട സമയത്ത് നമ്മുടെ കർഷകൻ ഒന്ന് ചിന്തിച്ചിട്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ സ്വർണ്ണ നാണയം ഞാൻ എവിടെയാണ് വെച്ചിട്ടുള്ളത് അത് ഉൾക്കൊള്ളുന്ന ആ ഒരു പകുതി ഞാൻ എടുക്കാം. എന്നിട്ട് എൻ്റെ സ്വർണ്ണ നാണയം ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നേക്കാമെന്ന് നമ്മുടെ കർഷകൻ പറയാണ്. ഇത് കേട്ടപ്പം ദ കിങ് ലൈക്ക്ഡ് ദ ഫാമേഴ്സ് ഐഡിയ. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. ദ കിങ് ലൈക്ക്ഡ് ദ ഫാർമേഴ്സ് ഐഡിയ. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്, നമ്മുടെ രാജാവിന് നന്നായിട്ട് ആ ഒരു ഐഡിയ, നമ്മുടെ കർഷകൻ പറഞ്ഞ ആ ഒരു ഐഡിയ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രാജാവിൻ്റെ മുഖത്ത് എന്താണ്, ഒരു പുഞ്ചിരി, സ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെടുക കേട്ടോ. സ്മൈല് പുഞ്ചിരിയാണ്. പുഞ്ചിരി എന്ന് പറഞ്ഞാൽ പല്ല് കാണിക്കാതെയുള്ള ചിരിയാണ്. അതിൻ്റെ ലോഫാണ് എന്ത്, ചിരി. മീൻസ് പല്ല് കാണിച്ചുകൊണ്ട് ഹ ഹ ഹ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കൂലേ, അത് ലോഫാണ്. നമ്മൾ പുഞ്ചിരിക്കുന്ന എന്താണ്, ചുണ്ട് പൂട്ടിയിട്ട് പുഞ്ചിരിക്കുന്നതാണ് എന്ത്, പുഞ്ചിരി എന്ന്. ചുണ്ട് പൂട്ടിയിട്ട് നമ്മൾ ചിരിക്കുന്നതാണെന്ത്, പുഞ്ചിരി എന്ന് പറയുന്നത് കേട്ടോ. സോ ദ കിങ് ലൈക്ക് ദ ഫാർമേഴ്സ് ഐഡിയ, എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. നമ്മുടെ രാജാവിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയ നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടരുകയാണ്. ഐ അഡ്മയർ യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഹോണസ്റ്റി. ഞാൻ എന്താണ്, നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതായത് കഠിനാധ്വാനത്തെയും ഹോണസ്റ്റി, സത്യസന്ധതയ്ക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയിരിക്കുന്നു. ഐ അഡ്മയർ, ഞാൻ എന്താണ്, കൂപ്പുകുത്തുകയാണ് നിങ്ങളുടെ സത്യസന്ധക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മുന്നിൽ. ഞാൻ നിങ്ങൾക്ക് റെസ്പെക്ട് തരാണ്. ഐ റെസ്പെക്ട് യു എന്ന് നമ്മുടെ രാജാവ് നമ്മുടെ കർഷകനോട് പറയാം. ഞാൻ നിങ്ങളെ വിലമതിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ കഠിനാധ്വാനത്തിന്, നിങ്ങളുടെ സത്യസന്ധതയ്ക്ക് മുന്നിൽ ഞാൻ നിങ്ങളെ
ബഹുമാനിക്കുന്നു എന്ന് കർഷകനോട് നമ്മുടെ രാജാവ് പറയാണ്. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. ദ കിങ് സെയ്ഡ്, യു ക്യാൻ ടേക്ക് യുവർ കോയിൻ എലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർണ്ണ നാണയം എടുക്കാം, കൂടെ ഞാൻ തരുന്ന എൻ്റെ സമ്മാനം കൂടി. നമ്മുടെ രാജാവ് എന്താണ് കർഷകനോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വർണ്ണ നാണയം എടുത്തോളൂ, അതോടൊപ്പം തന്നെ ഞാൻ തരുന്ന ഈ ഒരു സമ്മാനം കൂടി നിങ്ങൾ ഒന്ന് സ്വീകരിക്കണമെന്ന് കർഷകനോട് നമ്മുടെ രാജാവ് പറയാണ്. ദ ഫാർമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ഗ്ലിറ്ററിംഗ് ഗോൾഡ് കോയിൻ. നമ്മുടെ രാജാവ് നമ്മുടെ കർഷകന് കൊടുത്ത ആ ഒരു സമ്മാനം കണ്ടപ്പോൾ കർഷകൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോവാണ്. കാരണം തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളാണെന്ത് നമ്മുടെ കർഷകന് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിനും സത്യസന്ധതക്കും പകരമായിട്ട് നമ്മുടെ രാജാവ് കൊടുക്കുന്നത് കേട്ടോ. സോ ഇതോടുകൂടി എന്താണ് നമ്മുടെ ഒരു കഥ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ള ഇതിലെ ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെയാണ്. അതിലോട്ടൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പോവാട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ക്ലാസ്, ഞാൻ പറഞ്ഞു തന്ന ഈ ക്ലാസ് ഇഷ്ടമായി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഞാൻ എൻ്റെ ക്ലാസ് മാറ്റണം എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2 ചോദ്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്തായിരുന്നു നമ്മുടെ രാജാവിൻ്റെ ഓഫർ? എന്താണ് നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് മുന്നിൽ കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചത്? വൈ ഡിഡ് ദ കിങ് ഗേവ് ദ ഗോൾഡ് കോയിൻ ടു ദ ഫാർമർ? എന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ കർഷകന് ഗോൾഡ് കോയിൻ, സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിനും സത്യസന്ധതയ്ക്കുള്ള കൂലിയായിട്ട് അല്ലേ. അതിലെന്താണ് നമ്മുടെ രാജാവിന് ഭയങ്കരമായിട്ട് അദ്ദേഹത്തോട് റെസ്പെക്റ്റ്, അതായത് ബഹുമാനം തോന്നുകയാണ് അല്ലേ നമ്മുടെ കർഷകനോട്. സോ ഇതോടുകൂടി നമ്മുടെ ഒരു കഥ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ചെയ്തു പോകുന്നതാണ്. സോ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് വിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ. ബായ്.